Satu benda yang menarik dengan masyarakat di Kerala, mereka sangat muliakan tetamu. Mereka sangat hormat, sangat kasih sayang. Very loving lah. ഇന്ന് നമുക്ക് മലേഷ്യയിൽ നിന്ന് കുറച്ച് നമ്മുടെ ഗസ്റ്റുകൾ വന്നിട്ട് നമ്മൾ അടുത്ത ആളുകളാണ്, നമുക്ക് പ്രിയപ്പെട്ടവരാണ്. പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ നിന്നും പിന്നെ മലേഷ്യയിലേക്ക് കുടിയേറിപ്പാർത്ത അവരുടെ മൂന്നാമത്തെ ഒക്കെ പിന്മുറക്കാരാണ്, നമ്മുടെ ബന്ധുക്കളാണ്. വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിച്ചറിയാം. കാക്ക, പിന്നെ ഏകദേശം നിങ്ങൾ എത്ര തലമുറ മുമ്പാണ് നിങ്ങൾ മലേഷ്യയിലേക്ക്? 5 തലമുറയായി. 5 തലമുറ. ശരിക്കും നിങ്ങൾ ഈ മലപ്പുറം, നിങ്ങൾ എവിടെയാണ്? മലപ്പുറത്തിന്റെ ഏത് ഭാഗത്തായിരുന്നു? എൻ്റെ വാപ്പ വന്നത് തിരൂര്, തലക്കത്തൂർ, കള്ളിക്കലാണ് കുടുംബ പേര്. കല്ലിങ്ങൽ കുടുംബ പേര്. അങ്ങനെയാണ് ഞങ്ങളുടെ വാപ്പ 1923 വന്നത്. അത് വന്ന് 1923 ഇവിടുന്ന് മലേഷ്യയിൽ പോയത്. നാട്ടിൽ നിന്ന് മലേഷ്യയിൽ പോയത്. അങ്ങനെ സെറ്റിലായിട്ടാ. ആ സെറ്റിൽ കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പ ജനിച്ച അന്നാണ് വയ്യപ്പ പോണത്. അപ്പോൾ 1923 ബാപ്പ ജയിച്ചത് ഇവിടെ. പിന്നെ 1926 വന്നിട്ട് ബാപ്പാനെ വയ്യപ്പ വന്നിട്ട് കൊണ്ടുപോയി. എല്ലാവരും വന്നിട്ട് കൊണ്ടുപോയി. വേറെ എല്ലാവരും കൊണ്ടുപോയി. പിന്നെല്ലാം കഴിഞ്ഞിട്ട് കാലങ്ങളാണ് ഇപ്പോൾ ഇത്. അൽഹംദുലില്ലാ ഞങ്ങൾ ആ ജനറേഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജനറേഷന് ഞങ്ങൾക്ക് എനിക്ക് മക്കളുണ്ട്, എൻ്റെ മക്കൾക്ക് ഇപ്പം മക്കളുണ്ട്. അപ്പം 5 ജനറേഷനായി. 5 ജനറേഷനായി. പിന്നെ താത്താനെ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? 38 വർഷമായി. താത്താക്ക് നാട്ടിനെ കുറിച്ച് എന്താ? നാട്ടിലാരൊക്കെയാണ് താത്താൻ്റെ ആളുകൾ? ആരൊക്കെയാണ് ഇപ്പോൾ നാട്ടിലുള്ളത്? കാക്കാൻ്റെ ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ. നമ്മളെ പോലത്തെ ഫ്രണ്ട്സ്. ശരിക്കും നിങ്ങൾക്ക് നാടാണോ അതോ നിങ്ങൾക്ക് ഈ നാടാണോ അതോ മലേഷ്യയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഏറ്റവും? അത് നാട്ടിൽ തന്നെ ആവും, മലേഷ്യയിൽ തന്നെ ആവും അല്ലേ? ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണത്? ഉമ്മാന്റെ വീട്ടിൽ വിരുന്ന് വരുന്ന കാര്യമോ? ഉമ്മാന്റെ വീട്ടിൽ വിരുന്ന് വരുന്ന ഒരു അനുഭൂതി അങ്ങനെ ഉണ്ടല്ലേ? അയ്യോക്ക, നിങ്ങളെ തലമുറകൾ എത്ര തലമുറ മുമ്പ് പോയതാണെന്നല്ലേ ഉണ്ടായിട്ട്? ഓർമ്മയില്ല എനിക്ക്. ആരാണ് മുത്താപ്പ എല്ലാം ഇവിടെ നാട്ടിൽ വയനാട്. ശരിക്കും നിങ്ങളെ വേരുകൾ വയനാട്ടിലാണ്. വയനാട്ടിൽ എന്താ പറയാ മുത്താപ്പക്ക് മലയില്? വാപ്പാൻ്റെ ഇതെല്ലാം എല്ലാം ഇവിടെ തന്നെ. പിന്നെ ഇപ്പം ഒരാൾ മാത്രം മലേഷ്യക്ക് വന്നു ചെറുപ്പത്തിൽ. അതാണ് എനിക്കറിയാം. നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഞാൻ 31. നിങ്ങൾക്ക് അല്ല വീട്ടിൽ ആർക്ക് എത്ര ആളുകൾക്ക് മലയാളം സംസാരിക്കാൻ കഴിയും? അത് എല്ലാവരും വർത്തമാനം മനസ്സിലാവുണ്ട്. പിന്നെ തിരിച്ച് വർത്തമാനം പറയാൻ അത്ര ഇതില്ല, അറിയില്ല. നമ്മൾ വർത്തമാനം പോലെ മനസ്സിലാവുണ്ട്, തിരിച്ച് പറയാനേ അറിയില്ല. No, this is second time. I've been to few places in India. I've been to Bangalore, to Delhi. I've been to Calcutta, Bihar, Kashmir. Okay, do you have any relatives or family in Kerala? Or Distant relative, but I don't really know. Because where do you think about? Where are they now? Maybe in Malappuram. Yeah. Which part of Malappuram? This is I'm not sure. I don't really keep in touch with them, because what happened to me is that my parents passed away when I was very young. So I don't get to know from them who are my relatives. So did they telling something about because at that, when they how many generations or something like that? I'm the third gen, but from my father's side, he came directly from India during the British time. British time. So he was born
1910. They are Malayalis or? My father, if I'm not mistaken, he's from 31 room. But I was very small. I was 8 years old when my father passed away, and my mother passed away when I was 6 years old. So I was too small to ask question about where they come from and so on, because I was very young at that age. And you are Malayali and speak Malayalam, right? Yeah. You can speak well. Yeah? എന്താണ് കേരളത്തിനെ കുറിച്ച് എന്താണ് നിങ്ങൾ കേരളത്തിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സാണ് കേരളത്തിൽ പോയിട്ടുള്ളത് അല്ലേ? അപ്പോൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഡ്രീം അബൌട്ട് ലിവിംഗ് ഇൻ കേരള? No. But I'm very grateful when they came to Malaysia and we are there. So you like Kerala food? Yes, How do you of like course. the food? What do you find the difference between the homely food and the Malay Indian? I mean the Mamakadai food. So is there any difference? Yes, of course. What is the difference? Their texture, Tasty. spices, And, sweet, especially the sweet lah. Yes. And this is your elder? Yes, this is my eldest And your sister. name is? Tata പറയാം മലയാളം പറയാം. താത്ത നന്നായിട്ട് മലയാളം പറയാം. താത്ത എത്രാമത്തെ പ്രാവശ്യമായിട്ട് നാട്ടിൽ വരുന്നത്? ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യം. മൂന്നാമത്തെ പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം വന്നിട്ട് സ്ഥലം എനിക്കറിയില്ല, ഒരു പ്രാവശ്യം വന്നേക്കന്നെ. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം പോയ കൊല്ലം വന്ന്, ഈ കൊല്ലം പിന്നെ കാശ്മീർക്കെല്ലാം പോയിക്കണല്ല. പോയിക്കണേ. കാശ്മീരാണോ കേരളമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്? കേരളം തന്നെ, കാശ്മീർ ഒന്നും ശരിയാവില്ല, അറിയില്ല. നമ്മളെ ഭാഷ പറയാൻ നല്ല പറയാൻ വയ്ക്കുന്നുണ്ട്. കാണുന്നവരെല്ലാം മലയാളത്തിലെ വർത്തമാനം പറയുന്നത്. അൽഹംദുലില്ലാ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ശരിക്കും മലയാളം അറിയാം? അറിയാത്ത പറഞ്ഞ കുറച്ച് ഇതിലും ലായി ചമ്പും എങ്ങനെ? മിസ്സാക്കും. നിങ്ങൾക്ക് എങ്ങനെ പോവാ? പിന്നെ പെട്ടെന്ന് തന്നെ മലേഷ്യയിൽ പോകണമെന്നുണ്ടോ? അതോ നമ്മൾക്ക് നിങ്ങളെ മനസ്സിന്റെ കുറച്ച് കുറച്ച് ഇരുന്നിട്ട് പോവാ. എത്ര ദിവസം നിൽക്കണം? ഒരാഴ്ചയില്ലല്ലോ. ശരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല? എങ്ങനെയാണ് ഇന്ന് തിരിച്ചു പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ല? അപ്പോ നിങ്ങൾ എത്രാമത്തെ പ്രാവശ്യം കിട്ടുന്നത്? ഫസ്റ്റായി. നിങ്ങൾ അവിടുന്ന് മലേഷ്യയിൽ നിന്ന് കേരളത്തിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോഴും ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നത്? അതേപോലെ ഇവിടുത്തെ ആളുകളൊക്കെ ഞങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ പരിചയമില്ലത്. ആദ്യത്തെ പ്രാവശ്യം ഇത് പരിചയമില്ലത് ഇവിടുത്തെ ആൾക്കാരുടെ. നിങ്ങൾക്ക് എന്താണ് ഈ നാട്ടിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഏതെങ്കിലും എന്തെങ്കിലും എത്ര വർഷം പോയതാണ്? എത്ര തലമുറ, മീൻസ് എത്ര ജനറേഷൻ? എൻ്റെ തലമുറ 4-5 തലമുറ. നിങ്ങൾ ശരിക്കും വേദികൾ എവിടെയാണ്? അതറിയില്ല. എൻ്റെ ഉപ്പ പറഞ്ഞ് കേട്ടിട്ടില്ല, ഉമ്മ പറഞ്ഞ് കേട്ടിട്ടില്ല. അതുകൊണ്ട് നാട് ഏതാണെന്ന് അറിയില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം കൂടെ എവിടുക്ക വരാതെ? സാധാരണ മഞ്ചേരിക്ക്. അവിടെ ആരാ? മഞ്ചേരിക്കാരാ? മഞ്ചേരിക്ക് നമ്മളെ ഒരു കൂട്ടുകാരൻ തങ്ങളെന്ന് പറഞ്ഞു. അവരും മലേഷ്യക്ക് വന്നിട്ടുണ്ട്, നമ്മളെ വീട്ടിലൊക്കെ തങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചോദിച്ച ചോദ്യത്തിന് മലേഷ്യക്കും കേരളക്കും എന്താ ഡിഫറൻറ്റ് പറയാൻ ഡിഫറൻറ്റ് ആൻഡ് സിമിലാരിറ്റി. What is the similarity or difference? ഈ നാട് കാണാൻ പൂതി കാരണം എന്താ വെച്ചാൽ ഉപ്പാപ്പന്മാർ ഇവിടുന്ന് പോയത്. അപ്പോൾ ആ ഒരു പക്ഷി അറിയണോ എന്ന് വിചാരിച്ചിട്ട് ഈ നാട്ടിൽ വന്നതാണ്. അല്ലാത്ത പക്ഷേ നമ്മൾക്ക് ഇവിടേക്ക് വരണമെന്ന് ഒന്നും മനസ്സിലില്ല. എന്നുവെച്ചാൽ നമ്മളെ നാടെന്ന നല്ല സുഖമായ ജീവിതം. നമ്മളെ പൈസ ഉണ്ടോ ഇല്ല. പൂർവികര് ഒക്കെ താമസിച്ചിരുന്ന ജനിച്ചു വളർന്ന മണ്ണിലേക്ക് അല്ലേ? ഉമ്മാമ്മമാരും പാപ്പന്മാരുമായിട്ട് അവിടെ നിന്ന് ഇന്നത്തെ ജീവിതം ജീവിച്ച് ഇന്നിപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭാഗ്യവാന്മാരാണ്. കാരണം ആ നാട്ടിൽ ജനിച്ച് ആ നാട്ടിൽ മലേഷ്യയിലിരുന്ന് അൽഹംദുലില്ലാ ഞങ്ങൾ അതിൽ സങ്കടം എന്താ വെച്ചാൽ ഉപ്പാപ്പന്മാർ വാപ്പന്മാർ കുറേ കഷ്ടപ്പെട്ടു, നല്ല കഷ്ടപ്പെട്ടിട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ജീവിതം കിട്ടിയത്. നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പോൾ 67 വയസ്സായി. നിങ്ങളെ ചെറുപ്പത്തിലെ മലേഷ്യ ഇപ്പോഴത്തെ മലേഷ്യ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ? ചെറുപ്പത്തിലത്തെ മലേഷ്യ എന്ന് പറഞ്ഞെങ്കിൽ ഈ നാട് തന്നെ ഇതേപോലെ തന്നെ.
പക്ഷെ പിന്നെ നമ്മളെ PM മഹാജർ വന്നതിന് ശേഷം നാട് കുറച്ച് നന്നായി. എന്ത് പറയുന്നു? എന്താണ് എനിക്ക് എന്താ പറയാൻ ഒന്നുമില്ല. എന്താണ് കേരളത്തിനെ കുറിച്ച് കേരള ഞാൻ ഒരു മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ വാച്ച്. So what do you think about Kerala? Good food, good people, traffic not good. You want to stay in Kerala or you want to go back? No, just coming from holiday, for holiday only. You don't like to stay, I mean, Stay over a week I cannot. over a week. Yeah, over a week I can't. That is your Yeah. motherland, so you must go back to Yeah. your motherland. Yeah. Yeah. Then So how good- do you find, because you people says like Malayalis, Yeah. Malaysian Malayalis, yeah, and you people cook the Malayali food. Yeah. Do you think any difference between Kerala Malayali food and Malaysian Malayali food? almost the same. The raw material used for the cook, the different. Here you can find the fresh one, but over there in Malaysia we use the frozen beef from India. The raw material, the differentiate the taste also. What are you doing for what? I'm working in court, session court. Yeah, as a bailiff in session court. Sorry? Bailiff in session court. Yeah. And your name is My name is Muhammad Arif. Muhammad Arif. Yeah. And how many generations before you went to Malaysia? Do you have any idea about it? I have no idea. I think 2 or 3 generation. I don't know. Parents? My Do you know your great grandparents? no, I have no idea. Alright, thank you very much. Okay, no problem. Thank you. And your name is? Your name? My name is Ahmad Unais bin Ismail. And you are a student or what do you do? I'm a student of Hidayah Secondary School at Johor Bahru, Malaysia. So how do you find Kerala? Do you like Kerala? I follow my family go to Kerala, so this is my first time experience going to Kerala. For me, Kerala is food in Kerala is so delicious. I really love, especially in Koi Koda. What is that? Koi Koda. Kozhikode food is good. Yes. And Malappuram food? This is Malappuram. Malappuram too, because I already go to Kozhikode and Malappuram, so Only Kozhikode. yeah. I am offering a girl from Kerala. Do you want to marry with? I'm sorry, my age is 15 years I know old. your age is around 16, 18. Eh? How old is he? He's 15. 15. I'm talking about 5-6 years after. You want to marry from Kerala? I want to carry You ask your dad. in Malaysia. Sorry? I want to marry a girl from Malaysia. Malaysian? Yeah. So you don't want to marry Kerala? ഏറ്റവും വലിയൊരു സംഗതിയാണ് ഈ മലപ്പുറക്കാരും കോഴിക്കോടുകാരും പ്രത്യേകം, അതായത് മലയാളി പറയുമ്പോൾ ഓവറോളാണ്, ബട്ട് ദ കൈൻഡ്നെസ് ആൻഡ് ദ ഫ്രണ്ട്ഷിപ്പ്, സ്നേഹം, നല്ല സ്നേഹം, ആ സ്നേഹമാണ് ഇപ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളത്. എൻ്റെ മോനെ എപ്പോഴും പറയും ഇൻഷാ അല്ലാഹ്, അതായത് നാട് തന്നെ, നാട് വിട്ടു പോകാനുള്ള സാധ്യതയില്ല അൽഹംദുലില്ലാ. അപ്പോൾ അത് ആ കൊണക്ഷൻ്റെ ഇപ്പോൾ തിരിച്ച് വരാൻ അങ്ങനത്തെ ഒരു കൊണക്ഷൻ ഞാൻ ഉണ്ടായിക്കളില്ലല്ലോ. അപ്പം എൻ്റെ മോളും പറയുന്നത് കല്യാണം കഴിഞ്ഞ്, അപ്പം മറിക്കെല്ലാവരും ഇൻഷാ അല്ലാഹ് തിരിച്ചൊരു കൊണക്ഷൻ വരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇൻഷാ അല്ലാഹ്. Terima kasih kakak. Sama-sama insyaallah. Okey. Insyaallah barakallah fikum insyaallah. Okey, ni cerita cakap Melayu. Cakap Melayu. Oh. Dah cakap Suka tak ni? Suka tak negara kita ni? Negara asal kita? Suka gak Suka Alhamdulillah.
Okay, see you in Malaysia. Okay, insyaAllah. See you in Malaysia, Maka. See you in Malaysia. See you. Okay, see you in Malaysia. See you in Malaysia. ഞാൻ വരാം വരുമ്പോൾ വിളിക്കാം കേട്ടോ. BCS. ആ Malaysia. Alhamdulillah. See you in Malaysia. Alhamdulillah. Okay, Tata. Allah. See you in Malaysia. Tata, see you in Malaysia. Terima kasih. Okay, bye. Okay, terima kasih. Terima kasih sama-sama. Thank you. Terima kasih. Kerala. Thank you. Thank you. Okay, thank you. Inshallah. Inshallah. Jazakallah. Welcome to Malaysia. Thank you.